അലീനയോട് തൻ്റെ അച്ഛനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ബാലചന്ദ്രൻ റിവീൽ ചെയ്തുകൊണ്ടായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ് കഴിഞ്ഞത്. അച്ഛനെ പറ്റിയുള്ള സത്യങ്ങളും മറ്റു കാര്യങ്ങളും അറിഞ്ഞ് ആകെ സങ്കടപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന ഒരു അലീനയെ നമുക്ക് ഇന്നലെ കാണാൻ പറ്റും. അതിൻ്റെ തുടർച്ചയായിട്ട് അലീന പറയുകയാണ് അലീനയ്ക്ക് ഇങ്ങനൊരു അച്ഛനുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞപ്പം വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. എന്നാൽ അമ്മയെ കാണാൻ വന്നപ്പം തന്നെ ആകപ്പാടെ പ്രശ്നങ്ങളും വിഷമത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇനിയിപ്പം ഇതെന്താകുമെന്നറിയാതെ ആകപ്പാടെ ഒരു ടെൻഷനായിട്ട് സങ്കടത്തോടെയാണ് അലീന ഇരിക്കുന്നത്. അപ്പം അലീനയോട് ബാലേന്ദ്രൻ പറയണം ബാ നമുക്ക് പോകാം എന്നും പറഞ്ഞ് അവർ വണ്ടി എടുക്കുകയാണ്. അവിടുന്ന് അവർ യാത്രയാകുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും കടപ്പാട്ടൂരിലെ വീട്ടിലാണ് അടുത്ത സീൻ കാണിക്കുന്നത്. അപ്പോൾ അവിടെ ചിന്നുമോളുടെയും അലീനയുടെയൊക്കെ ആ ഒരു പിക്ക് നോക്കിയിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന രോഹിണിയാണ് ആദ്യം കാണിക്കുന്നത്. അവരുടെ നല്ല നിമിഷങ്ങളൊക്കെ ഓർത്ത് ഉള്ളിലൊരു പുഞ്ചിരിയും അതിനൊപ്പം അതിനേക്കാട്ടിലും ഉപരി സങ്കടത്തോടെ ഇങ്ങനെ അതൊക്കെ ഓർക്കുകയാണ്. അതൊക്കെ ഇങ്ങനെ കാണുകയാണ്. പെട്ടെന്ന് തന്നെ അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ വന്നിട്ട് അവനിങ്ങനെ കണ്ണുനീര് തുടയ്ക്കുകയാണ്. അവനങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ നെടുമ്പുരയ്ക്കൽ തറവാട്ടിലേക്ക് കാർ വന്നിരിക്കണം. നമ്മുടെ മനുവിൻ്റെ കാറാണ്. മനുവും വൈജയന്തിയും അവിടെ വീട്ടിൽ വന്നു. ആൻറ്റിയുടെ ശത്രു എന്തായാലും ഒഴിഞ്ഞു പോയ സ്ഥിതിക്ക് ഇനി സന്തോഷത്തോടെ സമാധാനത്തോടെ ധൈര്യത്തോടെ ഇനി ആൻറ്റി അങ്ങോട്ട് കയറിക്കോ എന്ന് ഒരു പുച്ഛം കലർന്ന ഭാവത്തിൽ നമ്മുടെ മനു വൈജയന്തിനോട് പറയുകയാണ്. അപ്പം അതങ്ങോട്ടിട്ട് ഇഷ്ടപ്പെടാത്ത രീതിയിൽ കുറച്ച് ദേഷ്യത്തോടെ വൈജയന്തി പറയാണ് അവളുണ്ടായിരുന്ന കാലത്തും വൈജയന്തിയുടെ ദേഷ്യത്തിനും ആ ഒരു ഇതിനൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല. അവളെ കൊണ്ട് എനിക്ക് എൻ്റെ സന്തോഷവും സമാധാനമേ പോയിട്ടുള്ളൂ. എന്തായാലും ഇന്നത്തെ ഈ ഒരു ദിവസം കൊണ്ട് എനിക്കതെന്തായാലും കിട്ടിയെന്ന് ഇങ്ങനെ ഒരു സന്തോഷത്തോടെ നമ്മുടെ വൈജയന്തി പറയുകയാണ്. എന്തോ പിടിച്ചടക്കിയതിൻ്റെ ആ ഒരു വിജയത്തിൻ്റെ ആ ഒരു സന്തോഷം. അപ്പോൾ നമ്മുടെ മനു പറയാണ് എന്തായാലും പോയതൊക്കെ തിരിച്ചു കിട്ടിയല്ലോ, ബാക്കിയുള്ളവരുടെ സന്തോഷവും സമാധാനവും ഒക്കെ കളഞ്ഞിട്ടാണെങ്കിൽ പോലും അതൊക്കെ തിരിച്ചു പിടിച്ചല്ലോ എന്നിങ്ങനെ പറയാണ്. നിനക്ക് സഹിക്കില്ലെന്ന് എനിക്കറിയാം, കാരണം നീ കെട്ടാനിരുന്നതല്ലേ, അതെനിക്ക് മനസ്സിലാവും എന്നിങ്ങനെ ഒരു പുച്ഛത്തോടെ നമ്മുടെ മനുവിനോട് പറയാണ് വൈജയന്തി. അതന്നെ അല്ലെങ്കിൽ ഇവിടുന്ന് പോയാൽ എനിക്ക് എന്നെ കെട്ടാൻ പറ്റത്തില്ലയോ എന്നിങ്ങനെ ചോദിക്കുന്നിട്ട് പറയണേ ഈ വൈജയന്തി ആൻറ്റിക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട്, പക്ഷെ കോമൺ സെൻസ് ആ ഒരു സാധനം മാത്രം കിട്ടിയില്ല എന്നിങ്ങനെ പുച്ഛത്തോടെ കളിയാക്കിയിട്ട് ഇങ്ങനെ മനു പറയുകയാണ്. മനു ഇതേ ചുമ്മാ നീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരത്തെ ഇങ്ങനെ തട്ടിക്കേറിയിട്ട് ദേഷ്യപ്പെടാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോഴത്തേക്കിന് മനു എന്തിനാ ആൻറ്റി നമ്മൾ തമ്മിൽ വഴക്ക്, ഞാൻ ഒന്നും വഴക്കുണ്ടാക്കാൻ വരണില്ല എന്നിങ്ങനെ പറയുകയാണ്. ഇവിടെ ആൻറ്റീനെ കൊണ്ടുവന്ന് വിടുക അത് മാത്രമായിരുന്നു എൻ്റെ ജോലി, ഞാനത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനെ ഇങ്ങനെ ചോദിക്കുകയാണ് ആൻറ്റി എന്നെ ഇറങ്ങണില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് അവർ രണ്ടുപേരും കാറിൽ നിന്ന് ഇറങ്ങണം. അപ്പോഴത്തേക്കിനും ആ ഒരു ആംബിയൻസ് ഒക്കെ അതിന് ആ ഒരു മ്യൂസിക്കിനൊക്കെ ഒരു ബിജിഎമ്മിനൊക്കെ ആകെപ്പാടൊരു ചേഞ്ച്. അപ്പോഴത്തേന് കൃഷ്ണമോളും ബബിതയൊക്കെ ഇറങ്ങി വന്നു. ഒരമ്പരപ്പോടും ഒരു താല്പര്യമില്ലായ്മയൊക്കെ ഈ 3 പേരുടെ മുഖത്തിങ്ങനെ മിന്നി മാറുമായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ രോഹി ഇറങ്ങിയിട്ട് മുറ്റത്തോട്ട് വരികയാണ്. മുറ്റത്തോട്ട് ഇറങ്ങി വന്നിട്ട് അമ്മേനെ ഒന്നും മൈൻഡ് പോലും ചെയ്യാണ്ട് പുള്ളി ഇങ്ങനെ പാസ് ചെയ്തിട്ട് മനുവേട്ടൻ്റെ അടുത്തേക്ക് പോകണം. അപ്പോഴത്തേക്കിന് അവരിങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് ഒരു പുച്ഛത്തോടെ പറയാണ് പെറ്റ തള്ള എത്ര നാൾക്ക് ശേഷമാണ് വീട്ടിലേക്ക് വന്നേക്കുന്നത്, എന്നിട്ട് കണ്ട ഭാവം പോലും കാണിച്ചില്ല എന്ന് വൈജയന്തി ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേന് നമ്മുടെ രോഹി തിരിച്ചു പറയുകയാണ് അമ്മയുടെ വായിലിരിക്കുന്നത് കേൾക്കാൻ ഇനി ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ, അതുകൊണ്ടാണെന്ന് നമ്മുടെ രോഹി പറയാം. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പം നിൻ്റെ ഈ തറുതല പറച്ചിൽ, അത് ഞാൻ നിർത്തിത്തരാം എന്നിങ്ങനെ ദേഷ്യത്തോടെ പറയുകയാണ്. അപ്പോഴത്തേക്കിന് രോഹി ഒന്ന് പറയാം ഞാനിപ്പോൾ അമ്മയുടെ ലഗേജ് എടുക്കാൻ മനുവേട്ടനെ സഹായിക്കണോ അതോ അമ്മേനോട് സുഖവിവരങ്ങൾ ചോദിച്ചറിയണോ എന്നിങ്ങനെ ചോദിക്കുക. അത് കേട്ടിട്ട് ഒട്ടും ഇഷ്ടപ്പെടാതെ നമ്മുടെ വൈജയന്തി നിൻ്റെ സൗകര്യം പോലെ ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്കിന് ഞാനും അത് തന്നെയല്ലേ ഇങ്ങോട്ട് ചെയ്യാൻ പോയത് എന്നും പറഞ്ഞിട്ട് വീണ്ടും മനുചേട്ടൻ്റെ അടുത്തോട്ട് നമ്മുടെ രോഹി പോവുക. അപ്പോഴേക്കും നമ്മുടെ രോഹി മനുവേട്ടനോട് പറയുകയാണ് ഒരു മാറ്റവും ഇല്ലല്ലോ ഇതിനെന്ന്. അപ്പം മനുവേട്ടൻ തിരിച്ച് മറുപടി പറയുകയാണ് നീ വലിയ പ്രതീക്ഷയൊന്നും വെക്കണ്ട എന്ന് പറയുന്നു. എന്തോ വലിയ കാര്യം ചെയ്തിട്ട് വിജയശ്രീലാളിതയായിട്ട് വന്ന് നിൽക്കുകയാണെന്നാണ് പുള്ളിയുടെ ഭാവം എന്നൊക്കെ ഇങ്ങനെ മനുചേട്ടൻ രോഹിനോട് പറയുകയാണ്. അതിൻ്റെ ഒരു ഷോ ഓഫ് ആണ് ഇതെല്ലാം. പിന്നെ ബാലേന്ദ്രൻ അങ്കിൾ വരുന്നത് വരെ എന്തായാലും ഇതൊക്കെ കാണേണ്ടി വരും, ഇതൊക്കെ സഹിക്കുകയും വേണം എന്നിങ്ങനെ മനുവേട്ടൻ പറയുമ്പം രോഹി ചോദിക്കുകയാണ് അപ്പോൾ അച്ഛൻ വന്നു കഴിഞ്ഞാലോ? നോ ഐഡിയ, നീ വാന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. രണ്ടുപേരും കൂടെ നമ്മുടെ വൈജയന്തിയുടെ ലഗേജൊക്കെ എടുത്ത് ഉള്ളിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ബബിതയും കൃഷ്ണമോളും കൂടെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവരെ ഇങ്ങനെ ഫേസ് ചെയ്ത് തൊട്ട് അടുക്കയായിട്ട് വന്ന് നിൽക്കുകയാണ് 3 പേരും. പക്ഷെ ആരും ഒന്നും മിണ്ടണില്ല. എന്നിട്ട് ഇങ്ങനെ രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കലിപ്പിച്ചിട്ട് നമ്മുടെ വൈജയന്തി അകത്തോട്ടങ്ങ് കയറിപ്പോയി. അപ്പോഴേക്കും മനുവേട്ടനും രോഹിയും കൂടെ അവരുടെ അടുത്തേക്ക് വന്നു. അപ്പോഴത്തേക്ക് ആ ഒരു മൂടൊക്കെ ഒന്ന് മാറി, ആ ഒരു ന്യൂസിൻ്റെ ആ ഒരു ഫീല്
ആ ഇതിൽ മനുവേട്ടൻ ചോദിക്കണം എന്തേ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുന്നത്, ഭാഗത്തോട്ട് കയറ് എന്ന് പറയുകയാണ്. ഒന്നും ആയിട്ടില്ല, പൂരം തുടങ്ങാൻ പോകണേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ അകത്തോട്ട് കയറുകയാണ്. അപ്പോഴേക്കും നമ്മുടെ വൈജയന്തി ഇങ്ങനെ അകത്തോട്ട് കയറിയിട്ട് പുള്ളിക്കാരത്തി മുകളിലോട്ടാണ് ഇങ്ങനെ നോക്കണത്, മുകളിലോട്ടും ചുറ്റും അവിടേക്ക് നോക്കിയിട്ട് ഒരു സന്തോഷം, ആ സന്തോഷം ഒരു വിജയത്തിൻ്റെ സന്തോഷമുള്ളതാണ് മനുവേട്ടൻ പറഞ്ഞത്. അത് പുള്ളിക്കാരത്തിൻ്റെ ഫേസിൽ അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരത്തി ഇങ്ങനെ എല്ലാവരെയും ഇങ്ങനെ എല്ലാവരെയും എല്ലാ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കുകയാണ് റൂം ചുറ്റും. എന്നിട്ട് വൈജയന്തി അവളുടെ സ്വന്തം റൂമിലൊക്കെ പോയി നോക്കി. എന്നിട്ട് അപ്പോഴത്തേക്കിനും എല്ലാവരും നമ്മുടെ ഹോളിലോട്ടൊക്കെ വന്നു. അപ്പോഴത്തേക്കിനും വൈജയന്തി ഇങ്ങനെ ചോദിക്കണം ടി വി ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ ഓടി എന്നിങ്ങനെ ചോദിക്കുമ്പം ബബിത പറയാണ് ഇല്ല എന്ന്. അതെന്താണെന്ന് ചോദിക്കുമ്പം പറയുന്നുണ്ട് അതിനത് ഓൺ ചെയ്യണമെന്ന്. അപ്പം പുള്ളിക്കാരത്തി അന്നേരം വൈജയന്തിക്ക് ഒട്ടും കൂടി ഇഷ്ടമായില്ല. വൈജയന്തി നീ എന്നെ ഇതുമാതിരി ഈ നോൺസെൻസ് ഇങ്ങനെ പറയണത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്തേ ഞാൻ വന്നത് നിനക്ക് ഇഷ്ടമായില്ലേ എന്നിങ്ങനെ അവളോട് ചോദിക്കുകയാണ്. എന്നിട്ട് എല്ലാവരും ഇങ്ങനെ ഒരു കലിപ്പിച്ച് എല്ലാവരും ഇങ്ങനെ ഒന്ന് നോക്കി കിച്ചണിലൊക്കെ പോയി നോക്കുകയാണ്. അപ്പോൾ വൈജയന്തി അങ്ങോട്ട് പോയപ്പോഴത്തേക്കിന് നമ്മുടെ കൃഷ്ണമോളും ബബിതയും കൂടി ചോദിക്കുകയാണ് എന്താ ഇത്. അപ്പം ബബിത പറയണം ആർക്കറിയാം എന്നിങ്ങനെ ഇവർ രണ്ടും കൂടി ഇങ്ങനെ അടക്കം പറയുകയാണ്. എന്നിട്ട് അകത്തുനിന്ന് തിരിച്ചു വരുമ്പോഴത്തേനും വല്ലാത്ത സന്തോഷം അവരുടെ മുഖത്ത്. കുറേ നാൾക്ക് ശേഷം പുള്ളിക്കാരത്തിനെ ഒന്ന് ചിരിച്ച് കാണുന്നത് ഇപ്പോൾ ഈ ഒരു എപ്പിസോഡിലാണെന്ന് തോന്നുന്നു. സന്തോഷത്തോടെ ഇങ്ങനെ പറയണം ഇപ്പോഴാണ് ഇതെൻ്റെ വീടായത്. അപ്പോഴത്തേക്കിൻ്റെ മനുഷ്യൻ ഇങ്ങനെ കളിയാക്കിയിട്ട് ഇങ്ങനെ പൊട്ടിച്ചിരിക്കൂല, അങ്ങനെ ചിരിച്ചിട്ട് ഇരിക്കുമ്പോഴത്തേക്കിന് വൈജയന്തി ചോദിക്കുകയാണ് നീ എന്നെ കളിയാക്കി ചിരിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി മനു എന്നിങ്ങനെ പറയാം. ഞാനിത് വെറുതെ പറയണേ അല്ല, ഇത്രയും നാളിത് അലീനയുടെ കൈവശം ഉണ്ടായിരുന്ന വീടായിരുന്നു, അവളായിരുന്നു ഇവിടുത്തെ ഭരണാധികാരി എന്നിങ്ങനെ വൈജയന്തി പറയുകയാണ്. ഇപ്പോഴാ എനിക്കിത് തിരിച്ചു കിട്ടിയെന്നിങ്ങനെ ഭയങ്കര ഒരു സന്തോഷത്തോടെ നമ്മുടെ വൈജയന്തി പറയണം. അപ്പോഴത്തേനും മനുചേട്ടൻ വന്നിട്ട് പറയുകയാണ് ഈ കാണുന്ന സാധനങ്ങളൊക്കെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു, അതിനൊന്നും ഒരു വ്യത്യാസവും മാറ്റവും വന്നിട്ടില്ല എന്നിങ്ങനെ മനു അടുത്തോട്ട് വന്ന് പറയുകയാണ്. അല്ല അലീന എന്താ ഈ വീടിൻ്റെ കുറേ ഭാഗം അടർത്തി എടുത്തിട്ട് തിന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അവൾ ഈ വീട്ടിലെ പിള്ളേർക്ക് വെച്ച് വിളമ്പി കൊടുത്തു, അവിടുത്തെ രോഗികളെ സൂക്ഷിച്ചു, ഈ വീട് കുറച്ചുകൂടെ ഭംഗിയായിട്ട് വൃത്തിയാക്കിയിട്ടു, വഴി തെറ്റിയവർക്ക് നേർവഴി കാട്ടിക്കൊടുത്തു എന്നൊക്കെ ഇങ്ങനെ മനു പറയുകയാണ്. അപ്പോഴേക്കും വൈജയന്തി ഇങ്ങനെ ഒരു പുച്ഛം കലർന്ന ഭാവത്തോട് പറയണം നിനക്ക് അവൾ ഒരു പക്ഷേ പുണ്യവതിയായിരിക്കും, പക്ഷെ എനിക്ക് അവൾ വെറും മൂശാട്ടയാണ്. മനുഷ്യനോട് പറയാണ് അവൾ ഈ വീട്ടിൽ നിന്ന് പോയതിൽ ഏറ്റവും വിഷമം നിനക്കാണെന്ന് മനു എനിക്കറിയാമെന്നിങ്ങനെ പറയുകയാണ്. അതെനിക്ക് മാത്രമല്ല ആൻറ്റിയുടെ ഈ 3 മക്കൾക്കും അലീന പോയതിൻ്റെ വിഷമമുണ്ട് എന്ന് പറയുകയാണ്. അപ്പം നമ്മുടെ വൈജയന്തി ചോദിക്കുകയാണ് അവരുടെ വിഷമമൊക്കെ ഞാൻ തീർത്തോളാം, പക്ഷെ നിൻ്റെ വിഷമം ആര് തീർക്കോടാ എന്നിങ്ങനെ ഒരു പുച്ഛത്തോടെ ചോദിക്കുകയാണ്. അപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് നമ്മുടെ മഞ്ചേട്ടൻ പറയുകയാണ് ആൻറ്റിയുടെ വിഷമമൊക്കെ ഓർത്തിട്ട് അതൊക്കെ പരിഹരിച്ചാൽ മതി, ഞങ്ങളുടെ വിഷമം സോൾവ് ആക്കാൻ ഒരുപാട് വഴികളുണ്ട്, എൻ്റെ കാര്യം ഓർത്ത് ഞാൻ എന്നാ വിഷമിക്കാനാ, നീ അങ്ങനെ പറഞ്ഞത് എന്നാ ഉദ്ദേശിച്ചാണ് ഇങ്ങനെ വൈജയന്തി പെട്ടെന്ന് ഒരു സന്തോഷമൊക്കെ മാറിയിട്ട് പുള്ളിക്കാരത്തി ഇങ്ങനെ ചോദിക്കുകയാണ്. ആൻറ്റി വിഷമിക്കേണ്ടതായ ചില കാര്യങ്ങളൊക്കെ അലീന എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മുടെ മനു ഒരു കൊട്ട് കൊടുത്ത് വൈജയന്തിക്ക്. അപ്പോഴത്തേക്കിന് പുള്ളിക്കാരത്തി ഒന്ന് പകച്ചു, ഒന്ന് ഞെട്ടി, എന്തൊക്കെയോ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നു. അപ്പോൾ ഈ പറയുന്നതൊന്നും മനസ്സിലാവാതെ കൃഷ്ണമോളും ബബിതയും കൂടെ തമ്മി ഇങ്ങനെ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് രണ്ടുപേരും ഇങ്ങനെ മുഖാമുഖം നോക്കുന്നു. എന്നിട്ട് നമ്മുടെ മനു പറയാണ് അവൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് എനിക്കറിയണ്ട, ഞാനിപ്പോൾ തന്നെ പറയാം എന്നിങ്ങനെ പറയാണ്. വേണ്ട, അവൾ പറഞ്ഞൊന്നും എനിക്ക് കേൾക്കണ്ട, അവൾ എന്നാ പറഞ്ഞാലും എനിക്കൊന്നുമില്ല എന്നിങ്ങനെ ദേഷ്യത്തിൽ നമ്മുടെ വൈജയന്തി പറയുകയാണ്. അപ്പം ഞാനൊന്നും ആരോടും പറയണ്ട അല്ലേ, ഞാനപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിൽ തന്നെ വെച്ചാൽ മതി അല്ലയോ എന്നിങ്ങനെ ഒരു കൊട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മുടെ മഞ്ചേട്ടൻ വൈജയന്തിനോട് ചോദിക്കുകയാണ് മനസ്സിൽ പോലും വെക്കേണ്ട, ആ പറഞ്ഞതൊക്കെ നിൻ്റെ മനസ്സിൽ അങ്ങ് എടുത്ത് കളഞ്ഞേരെ. എന്നിട്ട് വൈജയന്തി പറയുകയാണ് കണ്ട പെണ്ണുങ്ങൾ പറഞ്ഞു കിടക്കുന്ന കൊതിയും ചണയും അതൊക്കെ ഇങ്ങനെ എല്ലായിടത്തും പോയി വിളമ്പാൻ നിനക്ക് നാണമില്ലേ മനു എന്നിങ്ങനെ ഒരുമാതിരി പുച്ഛത്തോടെ വീണ്ടും നമ്മുടെ വൈജയന്തി ചോദിക്കുകയാണ്. അപ്പോൾ തിരിച്ച് മനുചേട്ടൻ ചോദിക്കുകയാണ് കൊതിയും ചണയോ? അപ്പോൾ ഉടനെ വൈജയന്തി പറയാണ് അലീനയല്ലേ പറഞ്ഞത്, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ മനു എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ, ആൻറ്റി പേടിക്കൊന്നും വേണ്ട കേട്ടോ എന്നിങ്ങനെ പറഞ്ഞിട്ട് മനു പോവാണ്. എന്നിട്ട് മനു രോഹിണിയെ വിളിച്ചിട്ട് ബാടാന്നും പറഞ്ഞിട്ട് അവർ സ്റ്റെയർ കയറി മുകളിലേക്ക് പോവാണ്. അപ്പോഴേക്കും നമ്മുടെ ബബിത ഇങ്ങോട്ട് വന്നിട്ട് വൈജയന്തിനോട് ചോദിക്കുകയാണ് എന്നതാ അമ്മേ അലീന ചേച്ചി മനുവേട്ടനോട് പറഞ്ഞത്, ഇങ്ങനെ കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആകാംക്ഷയോട് ഇങ്ങനെ ചോദിക്കുകയാണ്. ആർക്കറിയാമെന്ന് തിരിച്ചും അതിന് മറുപടി വൈജയന്തി പറയുകയും ചെയ്തു. അപ്പം വീണ്ടും നമ്മുടെ ബബിത ചോദിക്കുകയാണ് പിന്നെന്താ അമ്മ അത് മനുചേട്ടനെ പറയാനായിട്ട് സമ്മതിക്കാതിരുന്നത്, ഞാൻ എന്തിനാ വല്ലവളുമാരും പറയുന്ന പരദൂഷണമൊക്കെ കേൾക്കുന്നത്, ഇരിക്കാൻ പാടില്ല എന്ന് കർശനമായിട്ട് നമ്മുടെ വൈജയന്തി പറയുകയാണ് ബബിതയോട്. ഇതും പറഞ്ഞ് വൈജയന്തി റൂമിൽ കയറി കഥ അടച്ചു. പക്ഷെ തീരെ കൺവിൻസ് ആവാതെ വല്ലാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ബബിതേൻ്റെ മുഖവും ഒപ്പം ഭയങ്കര ടെൻഷനായിട്ടിരിക്കുന്ന നമ്മുടെ കൃഷ്ണമോളെയും കാണിച്ചുകൊണ്ട് ആ ഒരു സീൻ അവിടെ കഴിയുന്നു.